ഹലോ, അപ്പോൾ വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മധുരപ്പൻ്റെ കണ്ടിന്യൂഷൻ ജോണുവിൻ്റെ കല്യാണമാണ്. ഇത് ജോണുവിൻ്റെ നിയടിയും. അപ്പോൾ അതിന് കാഴ്ചവെപ്പ് വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചവെപ്പായിരുന്നു. അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ ചേച്ചി. ആരുടെ ഐഡിയ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവർ വരണ വരവ് തന്നെ എല്ലാ ഫാമിലിയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കൊയറിലൊന്ന് പാടിയിരുന്നതുകൊണ്ട് എനിക്ക് പള്ളിയിലത്തെ എല്ലാ ചടങ്ങുകളും എടുക്കാൻ പറ്റിയില്ല. ബ്രൈഡ് ഗേൾസ് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അതുപോലെ ഓഷുവിനെയും അനിയനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. നീയുടെ ഗൗൺ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനത് പിറ്റേ ദിവസം കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു എവിടെ നിന്നാന്ന്. അപ്പോൾ EMCയുടെ തൊട്ടപ്പുറത്ത് ഷോപ്പിൽ നിന്നാന്ന് പറഞ്ഞത്. എനിക്ക് ഷോപ്പിൻ്റെ പേര് മറന്നുപോയി. കണ്ട, അനിയന് നല്ല രസമില്ലേ. ഇവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു. അനിയന് അരുണും ഓഷുവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. 3 അച്ഛന്മാരായിരുന്നു കേട്ടോ കെട്ടിക്കാനുണ്ടായിരുന്നത്. മീൻ ചേച്ചിയുടെ കസിൻ തൃശ്ശൂരിൽ നിന്ന്, ഇത് നമ്മുടെ വികാരച്ചനാണ്, തൃശ്ശൂരിൽ നിന്ന് വന്ന അച്ഛനായിരുന്നു കെട്ടിച്ചത്. അത് കഴിഞ്ഞ് കുർബാന ചെല്ലിയത് നമ്മുടെ ജോൺ പൈനിങ്ങൽ അച്ഛനായിരുന്നു. മീൻ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ട് വന്നതായിരുന്നു. പിന്നെ പ്രസംഗം പറഞ്ഞത് സനു അച്ഛനായിരുന്നു. നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾക്കായി പ്രാർത്ഥിച്ചവരെയും നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാം എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. നിന്റെ ചേച്ചിയുടെ കുടുംബത്തോട് ഈ ഇടവകയിൽ വരുന്ന എല്ലാ അച്ഛന്മാർക്കും ഒരു പ്രത്യേക ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വന്നത്. എന്നും തുറന്നിട്ടിരിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ വീട്ടുവാതിലും എപ്പോഴും ക്ഷണമുള്ള ഒരു സ്നേഹത്തിന്റെ ഊട്ടുമേശയും ആ വീട്ടിലുണ്ട്. ആ അടുക്കളയിൽ നിന്ന് പല വിഭവങ്ങളും ഞങ്ങളുടെ കൊച്ചു ഊട്ടുമുറിയിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ സ്നേഹത്തിനും ക്ഷണത്തിനും നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനും വന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പള്ളിയിലെ ലൈറ്റും സ്റ്റാർസൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ട, സെൻറ്ററിൽ ആർച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ സാരി, ഈ സാരി എടുത്തിട്ട് ഹോട്ടൽ ഹൈവേ ഗാർഡനിലായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് സെൻറ്ററിൽ നിൽക്കണ ബ്ലാക്ക് അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഞാനും മേരി ചേച്ചി അനുവും കൂടിയിട്ട് അനുവിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവിട്ടു. ഇത് ഹോട്ടൽ ഹൈവേ ഗാർഡനിൽ. നല്ല രസമുണ്ടായിരുന്നു. അനുവിൻ്റെ ഗൗണായിരുന്നു കേട്ടോ. അനുവിൻ്റെ ഗൗൺ അനുവിന് ബോഡി ഷേപ്പ് ഉള്ളതുകൊണ്ട് എന്തിട്ടാലും കുഴപ്പമില്ല. പിന്നെ എല്ലായിടത്തും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ അത് കണ്ട നല്ല രസമായിട്ട് സ്റ്റാർസ് ഒന്നും അയച്ചിട്ടില്ല. നല്ല ദേ നമ്മുടെ റോബിൻ്റെ ലീലാവിലാസങ്ങൾ അവസാനം കാണിക്കുന്നതായിരിക്കും കേട്ടോ. എന്നെ കാണുമ്പോഴേക്കും ക്യാമറ കാണുമ്പോഴേക്കും മാറി മാറി നടക്കായിരുന്നു. പക്ഷെ ഞാൻ വിടില്ലല്ലോ. പിന്നെ അത് ബ്രൈഡ് മെയ്ഡ്സ് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അത് ഇവരുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. നിയയുടെയും ജോണുവിൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനിയനെയും അരുണിനെയും കണ്ട. നല്ല കപ്പിളായിരുന്നു. എന്താ പറയുക, ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ സീരിയലിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാനായിട്ട്. അനിയയുടെ ബ്ലൗസ് കണ്ട ബാക്കിൽ നല്ല രസമുണ്ടായിരുന്നു. വർക്ക് ചെയ്തതൊക്കെ നല്ല രസമുണ്ട്. ഇവരുടെ ബ്രൈഡ് മെയ്ഡ്സിൻ്റെ ഗൗണും ആ പീച്ച് കളറും എല്ലാം നല്ല, എന്താ പറയുക, ആരുടെ ഐഡിയ ആണ് അതെന്ന് വെച്ചാലും എന്തായാലും നല്ല ഡ്രസ് സെൻസ് ഉള്ള ആൾക്കാരെന്തായാലും കണ്ട. അവർ നിരന്ന് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ജോ ട്രെയിനിങ് ആണ്, 2 ദിവസം കഴിഞ്ഞ് അവൻ്റെ ആണല്ലോ, ഓഷുവിൻ്റെയും ജോൻ്റെയും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ജോണും നീയാണ്, വേറെ ആരുമല്ല. നീയുടെ ഗൗൺ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അരുണും അനിയനും 2 പേർക്കും മാല ഇട്ടു. പിന്നെ ബാക്കി ബൊക്കെ കൊടുത്തത് നമ്മുടെ ജോയും ഓഷും കൂടിയിട്ട് ബൊക്കയും കൊടുത്തു. ഉണ്ടാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ കുറേ തവണയും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വേറെ വാക്ക് കിട്ടിട്ടില്ല. അത്രയും നന്നായതുകൊണ്ടാണ് പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും അവരെ വെൽക്കം ചെയ്ത് കയറാണ് ഹാളിലേക്ക്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു. 2 പേരെയും ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ
അവരുടെ എൻട്രി സ്റ്റേജിലേക്ക് എൻട്രി കോമ്പയർ ചെയ്തത് ഇവരുടെ ഫ്രണ്ട് തന്നെയാണ്, നമ്മുടെ നെയ്ബർ തന്നെയാണ് കേട്ടോ കോമ്പയർ ചെയ്തത്. കുറേ കുട്ടികളുണ്ട്, നല്ല രസമുണ്ട്. അവർ കോട്ടും ആമ്പിള്ളേരെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് മറ്റൊരു ഗൗണും ഒക്കെ നല്ലായിരുന്നു. ഇത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലിക്ക് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത ടേബിൾ നന്നായി, നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റേജ് ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല, പക്ഷെ നല്ലൊരു നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ, ഇപ്പം ഞങ്ങളുടെ ഫോട്ടോ സെഷൻ, അപ്പം ഞങ്ങളുടെ മൊത്തം ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നിയയുടെ പാരൻസാണ്. നിയയുടെ മമ്മിയൊക്കെ ഭയങ്കര ചെറുപ്പമാണ്, ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നു. നീയല്ല അപ്പം മൂത്ത മോൾ, അപ്പോൾ അവർ ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നുണ്ട്. നീയുടെ ചേച്ചിയാന്ന് പറയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അവർ ഫുൾ ഫാമിലി നിന്നിട്ട് ഫോട്ടോസൊക്കെ ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ അറിയാലോ, ആദ്യം മറ്റേ തിരി കൊളുത്തും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ്, പിന്നെ വൈൻ ടോസ്റ്റിംഗ്. ഇതന്നെ ആസ് യൂഷ്വൽ. എല്ലാവരും രണ്ടുപേരുടെ ഫാമിലി ഇവിടെ ഇപ്പോൾ ഫാമിലി മീൻ ചേച്ചിയുടെ ഫാമിലി ബിഗ് ആയിക്കൊണ്ടിരിക്കുക, എല്ലാവരും കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ജോണും ഓഷോനും ശരിക്കും പറഞ്ഞതൊരു ട്രെയിനിങ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആണല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് അവരുടെ ഫാമിലി മൊത്തമായിട്ട് അവരും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഫോട്ടോ സെഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങുന്നതോടുകൂടി തന്നെ എല്ലാവരും കയറി. ഞങ്ങൾ ഫുഡിന് മുമ്പ് തന്നെ ഞങ്ങളും കയറി സ്റ്റേജിൽ. അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ടെങ്കിലും കസിൻസിൻ്റെ വക നന്നായി ചീറപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നല്ല ഓളിയും ബഹളമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ലൈവ്ലി ആയിരുന്നു. ഇവരൊക്കെ ലേറ്റായിട്ട് വന്നേട്ടാ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം അവർ വിളിച്ചു, നിങ്ങൾ ഇറങ്ങിയില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ഇവിടെ എത്തിയെന്ന്. അപ്പോൾ അനുവിൻ്റെ ഇത് ഞങ്ങൾക്ക് നല്ലത് കിട്ടി, അത് കാരണം അവർ ലേറ്റായി. പക്ഷേ അതിനിതായിട്ട് ഓഷുവിൻ്റെന് അവരാദ്യത്തെ ഞങ്ങൾ സെക്കൻഡ് എത്തിയുള്ളൂ. അവരുടെ ആൻറ്റിമാർ, മൊത്തം ആൻറ്റിമാരാണ് നമ്മുടെ മീൻ ചേച്ചിയുടെ നാത്തൂന്മാർ. ഇവർ ഫുൾ ഫാമിലി കയറി ഫോട്ടോസ്, കുറേ നല്ല ഫോട്ടോസ് കിട്ടി. ഫോട്ടോസ് ഞാൻ കുറേ കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസായിട്ട്. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഫാമിലി മൊത്തമായിട്ട് നിന്ന് ചെയ്യണത്. ഇവരുടെ കസിൻസ് മൊത്തം കയറുന്നു. കസിൻസ് ആൺപിള്ളേർ മൊത്തം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു യൂണിഫോമാണ്, അപ്പോൾ എല്ലാവരും പറഞ്ഞ്. പക്ഷേ പെൺകുട്ടികൾ മൊത്തം വേറെ ആയിരുന്നു. ഇത് നമ്മുടെ ഷാരൂൺ, ഞാൻ പറഞ്ഞില്ലേ കല്യാണം, അവൻ്റെ സിസ്റ്റർ അത് അമ്മു. ഇത് നമ്മുടെ ആൻറ്റിയുടെ അന്ന് കോമ്പയർ ചെയ്തില്ലേ ചിഞ്ചു. ഇതേ മീൻ ചേച്ചിയുടെ അപ്പുറം നിന്നിട്ട് അമ്മേനെ സെൻറ്ററിൽ നിർത്തി ഫോട്ടോസാണ്. അത് കഴിഞ്ഞ് 2 നാത്തൂന്മാരുടെ ഫാമിലി, ഇത് ഓഷുവും ജോയും അനീനയും അരുണും എല്ലാവരുടെയും തിളങ്ങാണ്. ജോഷുവിൻ്റെ മൊത്തം ഹാപ്പി കണ്ട കല്യാണം കഴിഞ്ഞപ്പോൾ, ജോണുവിൻ്റെ മൊത്തം ഹാപ്പി കണ്ട. ഇവിടെ അതിൻ്റെ ഇടയിൽ ഭയങ്കര ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കണേ. ശരിക്കും ആ ഹാളിൽ കൺവെൻഷൻ സെൻറ്ററിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നടക്കണ്ടായിരുന്നു. ഇത് മീൻ ചേച്ചിയുടെ മൂത്ത ആങ്ങളയുടെ മോള ബബിതയുടെ മോള. ഇത് മോനെ എനിക്കറിയില്ല കേട്ടോ ആരുടെയാന്ന്. അവരെ ഫോട്ടോ അവൾ നല്ല മിടിക്കാട്ടാ. അവളല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, അവിടെ മീൻ ചേച്ചിയുടെ അവിടെ നിൽക്കുമ്പോൾ വെക്കേഷനൊക്കെ വന്ന് ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. അവൾ നന്നായി പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലില്ലിയാൻ്റെയും ജോൺസണകളും 2 മക്കളും. അപ്പോഴേക്കും നമ്മുടെ വികാരിച്ചൻ വന്നു ആദ്യം തന്നെ ഫോട്ടോ എടുത്ത് അവരൊക്കെ പരിചയപ്പെടുത്തി, അവർക്ക് ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തതിന് ശേഷം അച്ഛൻ വേഗം ഫുഡ് കഴിച്ച് പോയി. ഞങ്ങളതിന് ശേഷമാണ് കയറിയത്. അതെ, അച്ഛൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. അനീന എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് നടക്കണു. ഞങ്ങൾ ആസ് യൂഷ്വൽ ഫോട്ടോസ് എടുക്കുന്നത് മീൻ ചേച്ചിനെ കണ്ടപ്പോൾ മീൻ ചേച്ചിയോട് പറയാം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും, വീഡിയോയ്ക്ക് പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. മീൻ ചേച്ചി ഇത് നമ്മുടെ അച്ഛൻ കുഞ്ഞ്. ഞങ്ങളുടെ ഡാൻസിനെ പറ്റി വികാരിച്ചൻ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. വികാരിച്ചിന് വലിയ അഭിപ്രായമൊന്നുമില്ല ഞങ്ങളുടെ ഡാൻസിന്, ഞങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളും എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പെർഫെക്ഷനിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കളിക്കാമല്ലോ. അപ്പോൾ ഈ ലവ്ലി ആൻറ്റിയുടെ ലീലാവിലാസങ്ങൾ ലവ്ലി ആൻറ്റി ക്യാമറ കാണാണ്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ അറിയാണ്ട് എടുത്തതാണ്. ഇത് അവരുടെ ഫ്രണ്ട്സ് മൊത്തം. ഇത് മീൻ ചേച്ചിയുടെ ആങ്ങള
അച്ഛൻ കുഞ്ഞിൻ്റെ അപ്പനും അനിയനും അത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് വെക്കാൻ ക്യൂവിൽ നിൽക്കണം. ആ ബ്ലൂ സാരി എടുത്ത കുട്ടിയായിരുന്നു കേട്ടോ കോമ്പയറിങ്. ഞങ്ങൾ ഫോട്ടോ സ്റ്റേജിൽ കയറിയിട്ട് ജോണിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നന്നായി ചിരിച്ചോ, യൂട്യൂബിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. മീൻ ചേച്ചി എല്ലാവരുടെ കൂടെയും കയറിയിട്ട് മതിയായി. ഓരോ സെക്ഷൻ പോകുമ്പോഴും മീൻ ചേച്ചി വേണമല്ലോ കയറാനായിട്ട്. മീൻ ചേച്ചി അപ്പോൾ സാരിയുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, മേക്കപ്പൊക്കെ ചെയ്തതിനെ വെച്ചിട്ട്. മീൻ ചേച്ചി അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നല്ലായിരുന്നു, മേക്കപ്പ് ചെയ്തിട്ട് നല്ലായിരുന്നു. ഇതേ നമ്മുടെ റൊമാൻറ്റിക് കപ്പിൾ അനീന ആൻഡ് അരുൺ, ഞങ്ങൾ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് നല്ലതായിരുന്നു. ഫുഡ് 2 ദിവസം 2 മെനു ആയിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി ഓഷുവിൻ്റെ ഫുഡായിരുന്നു ഇഷ്ടം. ദിവസത്തെ ഫുഡായിരുന്നു. ഇത് നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് അതായിരുന്നു ഒന്നും കൂടി നല്ല മെനു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാണ് ലൗലി ആൻറ്റിയുടെ മോൾ അമ്മിണി കേട്ടോ, UK നിന്ന് വന്നത്. ഞാൻ അമ്മിണീനെ ഫസ്റ്റ് ടൈം ഈ പ്രാവശ്യത്തെ വരവിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ നല്ല സ്മൈല് നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ വെഡ്ഡിങ് ആൽബം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ലൗലി ആൻറ്റി എനിക്ക്. അതിൽ കണ്ടപ്പോൾ റോജ ചിരിക്കണ പോലെ തോന്നി എനിക്ക്. റോജയുടെ ചിരി. ഇത് നമ്മുടെ മാത്യങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ പുഡിങ്ങൊക്കെ എടുത്ത് ഐസ്ക്രീം കഴിച്ചില്ല. അത് സിമി ചേച്ചിയോട് അതിന് എന്തൊക്കെയോ കാര്യമായിട്ട് സിമി ചേച്ചിനെ ഉപദേശിക്കണ പോലെ എനിക്ക് തോന്നി. എനിക്കറിയില്ല. സിമി ചേച്ചി ഓൾറെഡി ലേറ്റായിട്ട് വന്നത്. മാത്യങ്ങൾ സിമി ചേച്ചി ലേറ്റായി. ഇവനെ കണ്ടിട്ട് ഒരു മൈൻഡില്ല. നമ്മളൊക്കെ പള്ളിയിൽ കാണുമ്പോൾ ഓടി വരണതാ. ക്യാമറ എടുത്തപ്പോൾ ഒന്നും മിണ്ടില്ല. റോബിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ അവൻ തൊല്ലി നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. എനിക്കത് മതി, എനിക്കത് മതി. ഒന്ന് പറയടാ പ്ലീസ്, ഒന്ന് പറ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോണിന്റെ നീയുടെയും കല്യാണ പരിപാടിക്കാണ്. ഇതാ നമ്മൾ ഫുഡ് എനിക്കത് മതി. റോബിന് ശരിക്കും നല്ല ഭാവിയുണ്ട്. റോബിൻ, ധൈര്യമായിട്ട് നിനക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നീ വിജയിക്കും ഉറപ്പായിട്ടും. അത് കഴിഞ്ഞ് അവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. ലേറ്റായി, ഞങ്ങൾ വേഗം പോന്നു. പിന്നെ സാരിയൊക്കെ എടുത്ത കാരണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാരിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോന്നു. ഇത് നെക്സ്റ്റ് January 2 ഓഷുവിൻ്റെ ബെട്രോത്തെല്ലാം ഞങ്ങൾ പോണതാണ്. ഇതായിരുന്നു എൻ്റെ സാരി കേട്ടോ, ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഇപ്പം ഞാൻ എൻ്റെ മോനോട് പറയായിരുന്നു കേട്ടോ, ഫോട്ടോ ഒന്ന് മര്യാദയ്ക്ക് എടുക്ക്, എൻ്റെ സാരി എടുക്കുക, എൻ്റെ മാലെടുക്കുക, എൻ്റെ കമ്മലെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇതൊക്കെ പറഞ്ഞാലും കളിയാക്കെങ്കിലും പക്ഷെ അവൻ എനിക്ക് എല്ലാം ചെയ്തു തരും. നമ്മുടെ വൈറൽ താരം പറയട്ടെ, നിക്ക് ബോണത്താലെ ഫസ്റ്റ് അടിച്ച ജോബി ശച്ചൻ പറയാച്ചെന്തെങ്കിലും പറയല്ല. ഞങ്ങളുടെ സ്വന്തം റോസ് പാട്ടുകാരി. എന്നെ നോക്കണ്ട, ഞാൻ പറഞ്ഞു അത് ഞാൻ പാട്ടുകാരിയെന്ന് എല്ലാവർക്കും അറിയാലോ. ജോബി ശച്ചൻ നമ്മുടെ പള്ളിയിലത്തെ മുമ്പത്തെ കൊച്ചച്ഛനായിരുന്നു. തൃശ്ശൂർകാരനാണ്. ആ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല അന്ന് തൊട്ടുണ്ട്. പല അച്ഛന്മാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിലും ഒരു ബ്രദർ സിസ്റ്റർ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പോഴും എല്ലാ അച്ഛന്മാരായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ജോബി ശച്ചനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ജോബി ശച്ചൻ, എൻ്റെ മേമയുടെ വീട്ടിൽ ജോബി ശച്ചൻ വരും. ഞങ്ങൾ അച്ഛനെ കാണാൻ പോകും. ഭയങ്കര ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ. അതെന്താണെന്നറിയില്ല. അച്ഛൻ ഭയങ്കര ഡാൻസറാണ്. നത്താലെ തൃശ്ശൂർ നടന്നതിൽ ഇവരുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ നന്നായി ഡാൻസ് ചെയ്യും. അച്ഛൻ സെൻറ്ററിൽ നിന്ന് ഡാൻസ് കളിച്ച് 100-600 പിള്ളേർ KCMകാർ കളിച്ചിട്ട് അതിൽ ഫസ്റ്റ് കിട്ടിയത് അച്ഛന്. അച്ഛൻ്റെ പുത്തൻപിടി ഇടവയ്ക്കായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച്. ഇതാണ് നമ്മുടെ ജോൻ്റെ ഫാമിലി കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് നമ്മുടെ കല്യതെ ന്യൂലി വെഡഡ് കപ്പിൾ ജോണു ആൻഡ് നിയ. അവർ മന്ത്രോടി അന്ന് എടുത്ത് കണ്ടില്ലല്ലോ, ഇതായിരുന്നു നിയയുടെ മന്ത്രോടി. ഇത് മീൻ ചേച്ചിനെ സെൻറ്ററിൽ നിർത്തിയിട്ട് ഓഷും ജോവും അവരുടെ ഫാമിലി. ജോയുടെ ഫാമിലിയിൽ ജോനൊരു സിസ്റ്ററും ന്യൂസിലൻഡാന്ന് തോന്നുന്നു, സിസ്റ്ററും ഒരു ബ്രദറും. ഇവൻ എനിക്ക് കണ്ടൻറ്റ് പറഞ്ഞു തരാം, റോബിൻ. ഇത് 2 ട്വിൻസാണ്. ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് മധുരം വെപ്പിനെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ മീൻ ചേച്ചിയുടെ ഫാമിലി, പറവൂരത്തെ ഫാമിലി. അനീന ഇന്ന് ഫുൾ ട്രഡീഷണൽ. അനീനയും അരുൺ അവർ ഓരോ ഇതിലും ഓരോ ടൈപ്പായിരുന്നു. അന്ന് നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ന് ട്രഡീഷണൽ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മീൻ ചേച്ചി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. മുല്ലപ്പൂവൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് മീൻ ചേച്ചിനെ മുല്ലപ്പൂവൊക്കെ വെച്ച് കാണുന്നത്. അങ്ങനെ ജോബി ചേച്ചിന് പോകാൻ തിരക്കുള്ളതുകൊണ്ട് അച്ഛൻ വേഗം കയറി സ്റ്റേജിൽ.
സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്ത് അപ്പോൾ അച്ഛൻ ഫുഡ് കഴിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛന് കമ്പനി കൊടുത്തു. അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ സാധാരണ, മേക്കപ്പ് പോയില്ലേ. പക്ഷേ അച്ഛന് വേണ്ടി ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തു. അപ്പോഴേക്ക് സിം ചേച്ചി വന്നു. സിം ചേച്ചി നല്ല അടിപൊളി വയലറ്റ് ബനാറസി സാരിയൊക്കെ എടുത്ത് വന്നേക്കണം കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ലിസി ആൻറ്റി മിസ്സിങ് ആണ്, ലിസി ആൻറ്റി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മീൻ ചേച്ചി എങ്ങനെയുണ്ട് ഫുഡിൻ്റെ റിവ്യൂ ചോദിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലില്ലി ആൻറ്റി ജോൺസൺ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടണേ ഇല്ല. മക്കൾ വന്നതിന് ശേഷം ഫുൾ ടൈം അവരുടെ കൂടെയായിരുന്നു. അത് അങ്ങനെയല്ലേ, നല്ല രസമല്ലേ. നമ്മുടെ ഷാരൂൺ നെക്സ്റ്റ് മണവാളൻ. അവൻ്റെ വിശേഷങ്ങളെല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. 15-ാം തീയതിയാണ് അവൻ്റെ കല്യാണം. അങ്ങനെ സ്റ്റേജിൽ കയറി ഞങ്ങൾ ജോനോട് പറഞ്ഞു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജോ അടിപൊളിയാട്ടാ. ജോ ഭയങ്കര സിമ്പിളാണ്. മമ്മിയുടെ ഫ്രണ്ട്സ് അടിപൊളിയാണല്ലോ എന്നൊക്കെ. ഞങ്ങൾ അടിപൊളിയാണ് ജോ, ഞങ്ങൾ അടിപൊളിയാണ്. ജോ ഇനി കാണാൻ കിടക്കണേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങണത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം ബാക്കി എല്ലാവരോടും വിശേഷമൊക്കെ പറഞ്ഞ് അധികം നിന്നില്ല, വേഗം പോന്നു. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇത് നമ്മുടെ മീൻ ചേച്ചിയുടെ ഇളയ ആങ്ങളയുടെ വൈഫാട്ടോ. അവർ അബുദാബിയിൽ. ഒരു മാസം മുമ്പ് മീൻ ചേച്ചിയും ഫാമിലിയൊക്കെ അവിടെ ഫാമിലിയല്ല, ആങ്ങളെയും ഭാര്യയൊക്കെ അങ്ങോട്ട് പോയതാണ്. അവിടെ നിന്നിട്ടാണ് വന്നത്. അങ്ങനെ അവരോടൊക്കെ വിശേഷം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. സിം ചേച്ചിയുടെ കാറിൽ സിം ചേച്ചിയുടെ ഡ്രൈവിംഗ് സ്കില്ല് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. സിം ചേച്ചി അടിപൊളിയായിട്ട് കാർ ഡ്രൈവ് ചെയ്യും. ഈ കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് 2 വീലർ ഓടിക്കാൻ പേടിയാണ്, 2 വീലർ അറിയില്ല. അതാണ് അതിൻ്റെ ഒരു അതിശയോക്തി. അങ്ങനെ മധുരം വെപ്പ് തൊട്ടുള്ള 3 പരിപാടി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നമ്മുടെ സ്വന്തം വീട്ടിലെ പരിപാടി പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട, അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജോണുനും നിയയ്ക്കും മോഷനും ജോനും ഷാരൂണിൻ്റെ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, 3 പേർക്കും ഒരു അടിപൊളി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്.